കഴിഞ്ഞ IPL സീസണിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമുകളിലൊന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ഇത്തവണ പുതിയ ക്യാപ്റ്റന് കീഴിൽ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു പുതിയ എനർജി ആയിട്ടാണ് രാജസ്ഥാൻ വരുന്നത്. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഒരു ഫേസ് ആയിരുന്നു. പക്ഷെ ആ ഒരു സഞ്ജു പോയതിനു ശേഷം ആ ഒരു കളറ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആരാധകരുടെ ഒരു ആവേശം തീർച്ചയായിട്ടും രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും വൈഭവ് സൂര്യവംശി, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാള്, ഈ റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, ഇങ്ങനെയുള്ള ഒരുപിടി ഇന്ത്യൻ യുവ താരങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും ആരാധകരെ കയ്യിലെടുക്കാൻ കരുത്തുള്ള ഒരുപിടി താരങ്ങളുള്ള ഒരു ടീമായിട്ടാണ് രാജസ്ഥാൻ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് രാജസ്ഥാന്റെ ഒരു സാധ്യതകൾ? സഞ്ജു ഇല്ലാതെ രാജസ്ഥാന് ഇത്തവണ കപ്പടിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? എന്താ ഈ സഞ്ജു ഇല്ലാതെ പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സഞ്ജുവിനെ പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മാറിയിരുന്നു. ക്യാപ്റ്റൻ ഒന്ന് പരാഗനായിരുന്നു ക്യാപ്റ്റനായിട്ട് വന്നത്. അപ്പം പരാഗിന് കീഴിൽ തന്നെയാണ് ടീം ഇറങ്ങുന്നത്. പരാഗ് എത്രത്തോളം മികച്ചൊരു ക്യാപ്റ്റനാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരുന്നത്. നേരത്തെ അർദ്ധാവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജയ്സ്വാളും നമ്മുടെ വൈഭവ് സൂര്യവംശി ഇറങ്ങുന്ന ഓപ്പണിംഗ് ജോഡി തന്നെയായിരിക്കും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവരാണ് കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സഞ്ജു ഇല്ലാതൊരു ഒരു യാഥാർത്ഥ്യം ഇപ്പം നമ്മൾ പറയുമ്പം അയാളില്ല അവിടെ നിന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിച്ച് കഴിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം ആരാധകരുടെ പിന്തുണ അത്രത്തോളം വരുന്നില്ലാണ് ഇപ്പോൾ സംശയമുള്ളത്. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതലൊരു നഷ്ടബോധം ഉണ്ടാകുന്ന സംശയമില്ല. സഞ്ജു അതിൻ്റെ പീക്ക് ഫോമിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ T20 ലോകകപ്പ് കണ്ടു, ലോകകപ്പിൻ്റെ താരമായിട്ടൊക്കെ സഞ്ജു ചേട്ടൻ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു താരത്തിൻ്റെ ഒരു അഭാവം സഞ്ജുവും ചെന്നൈയും രാജസ്ഥാനും കളി വരുമ്പോൾ തന്നെ അതൊക്കെ അവരെ ബാധിക്കുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ രണ്ട് വെടിക്കെട്ട് ഓപ്പണർമാർ ജയ്സ്വാളും സൂര്യവംശിയും കൂടെ ചേരുമ്പം, സൂര്യവംശി നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ കഴിഞ്ഞ IPL ഒരു അവതരിച്ചു തൊട്ട് സഞ്ജുവിന് പരിപാടി അവതരിച്ചു തൊട്ട് പിന്നെ അങ്ങോട്ട് യൂത്ത് ക്രിക്കറ്റിലായാലും പൂണ്ട് വിളയാടുകയാണ് താരം. ഇപ്പോഴും ആ താരത്തിൻ്റെ ഇത് നമുക്കറിയാം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നിലനിർത്താൻ പറ്റുമെങ്കിൽ രാജസ്ഥാന് വലിയൊരു ഇതുപോലെ സഞ്ജുവിൻ്റെ വിടവ് ബാറ്റിംഗ് നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ഞാൻ പറഞ്ഞു. പക്ഷേ വലിയൊരു ഊർജ്ജം നൽകാൻ വേണ്ടി വൈഭവിന് പറ്റും. ജയ്സ്വാൾ നമുക്കറിയാം, ജയ്സ്വാൾ രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ കരുത്തിലൊന്ന് ജയ്സ്വാൾ തന്നെയാണ്. ആ ജയ്സ്വാളിനോട് ചേരുമ്പോൾ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടോപ്പ് ഓർഡർ അവർക്ക് നല്ലൊരു ബൂസ്റ്റ് കിട്ടും. പിന്നെ പരാഗിൻ്റെ ക്യാപ്റ്റൻസി അത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചാണ്, എത്രത്തോളം വരുന്നത് നമുക്കറിയില്ലായിരുന്നു. പരാഗ് എന്ന പ്ലെയർ നിലയിലും 1-2 സീസണിലായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മത്സരം തിളങ്ങിയതല്ലാണ്ട് അദ്ദേഹത്തിന് ടീമിനെ എത്രത്തോളം ചെയ്യാൻ പറ്റിയതൊക്കെ അതും സംശയമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സഞ്ജു ഇല്ലാണ്ട് രാജസ്ഥാൻ എങ്ങനെയാണ് നിന്ന് പോകുന്നുള്ളത്. സഞ്ജു എന്ന് പറയുമ്പോൾ സഞ്ജു ഒരു താരം മാത്രമല്ല കളിച്ചിരുന്നെങ്കിൽ കൂടി സഞ്ജുവിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ടീമിന് പുറകിൽ ഉണ്ടായിരുന്നു. അത് മാറി വരുമ്പോൾ ഇതാണ് വരേണ്ടത്. പക്ഷേ കാണാൻ കാത്തിരിക്കുന്നത് ഈ ഓപ്പണിംഗ് ജോഡി വൈഭവിൻ്റെയും ജയ്സ്വാളിൻ്റെയും ഓപ്പണിംഗ് ജോഡിയുടെ വെടിക്കെട്ട പവർ പ്ലേയിൽ അത് ഈ IPL ഒരു വരുന്നതായിട്ട് മാറുന്ന സംശയമില്ല. തീർച്ചയായിട്ടും നമ്മൾ വൈഭവിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ IPL കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ട് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ പുരസ്കാരം കൂടി നേടിയിട്ടാണ് വൈഭവ് പോയത്. പിന്നീട് യൂത്ത് ക്രിക്കറ്റിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഏറ്റവും ഒടുവിൽ അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അടിച്ച 80 ബോളിൽ 175 റൺസ് എന്ന് പറയുന്ന ആ ഒരു ഇന്നിങ്സ് തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ സഞ്ജു ഇല്ല എന്ന് പറയുമ്പോൾ ജഡേജ തിരിച്ചു വന്നും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ജഡേജ പഴയ താരമാണ്, RRന്റെ താരമാണ്. ആ ജഡേജ ചെന്നൈ പോയി 18 അടവും പഠിച്ചിട്ട് എല്ലാം കൂടെ പയറ്റാൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിന് പകരക്കാരനായിട്ട് റോള് കൊണ്ടും ഒന്നുകൊണ്ടും മാച്ച് ആവില്ലെങ്കിൽ കൂടി ഒരു കരുത്തായിട്ടൊരു സീനിയർ താരം അവിടെ ജഡേജ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജഡേജയുടെ ആ ഒരു കരുത്ത് ടീമിന് എന്തായാലും വലിയൊരു ഊർജ്ജം നൽകും. ഈ പറഞ്ഞ ഈ യുവതാരങ്ങളെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നയിക്കാനും പരാഗിന് ഒരു സഹായമാകാനും ജഡേജ അറിയുണ്ട്. അപ്പം ആ ഒരു പരിധി ഒരു സൂപ്പർ താരത്തിൻ്റെ കളി നമുക്ക് അവിടെ കാണാൻ വേണ്ടിയുണ്ട്. ബാറ്റ് കൊണ്ട് നമ്മൾ നേരത്തെ ചെന്നൈനെ കുറിച്ച് പറയുമ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങി വരുന്ന താരമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഫീൽഡിങ്ങിൽ തിളങ്ങുന്ന ഒരു താരമാണ്. ആ ഒരു കരുത്ത് രാജസ്ഥാൻ എന്തായാലും അസറ്റായിട്ട് കിടക്കും. തീർച്ചയായിട്ടും നമ്മൾ രാജസ്ഥാന്റെ ഇത് പറയുമ്പോൾ ബാറ്റിംഗ് ഇത് പറയുമ്പോൾ തന്നെയാണ് ഉള്ളത്. ഈ വൈഭവ് ആണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, അത് കഴിഞ്ഞ് ശുഭൻ ദുബെ വരുന്നുണ്ട്, ഹെറ്റ്മെയർ വരുന്നുണ്ട്. പക്ഷെ അത് എന്തോ കഴിഞ്ഞ സീസണിൽ ഒരു കാര്യമായിട്ടൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. ഹെറ്റ്മെയറുടെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു, വളരെയധികം മോശം പെർഫോമൻസ് ആയിരുന്നു. പലപ്പോഴും ഒരു ഫിനിഷർമാരായിട്ട് കളിക്കേണ്ട അവരുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ, അതും ഇത്രയും ഒരു അടുത്തെത്തിയിട്ട് ജയിക്കേണ്ട ഒരുപാട് മത്സരങ്ങൾ, അതെ ജയം ഉറപ്പിച്ച മത്സരങ്ങൾ ലാസ്റ്റ് ഹെറ്റ്മെയർ കൊണ്ട് കളിച്ചിട്ടുണ്ട്. ജയത്തിലേക്ക് എത്തിക്കേണ്ട മത്സരത്തിൽ അതിന് പറ്റാണ്ടും പോയിട്ടുണ്ട് ഹെറ്റ്മെയറിന്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് IPL വരുമ്പോൾ രാജസ്ഥാൻ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിട്ട് റിട്ടേൺ ചെയ്ത് ബട്ട്ലറിനെയൊക്കെ പണ്ട് വിടുന്ന സമയത്ത് റിട്ടേൺ ചെയ്ത് വെച്ച താരാണ്. ആ ഒരു കലിപ്പാണ്, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് എനിക്ക് വിശ്വാസമില്ല. തീർച്ചയായിട്ടും. ഇനി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ ജോഫ്ര ആർച്ചർ, നന്ദ്ര ബർഗർ, അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ പോലുള്ള, സന്ദീപ് ശർമ്മനെ പോലുള്ള താരങ്ങൾ അവിടെ ഉണ്ട്. വിഘ്നേഷ് പുത്തൂർ ഉണ്ട്. അങ്ങനെ ഈ മൊത്തത്തിൽ ആദം മിൽനെ ഉണ്ട്, രവി ബിഷ്ണോയ് ഉണ്ട്. അപ്പോൾ ഒരു
പിടി താരങ്ങൾ ഉള്ള ഒരു ടീമാണ് രാജസ്ഥാൻ. ഇപ്പൊ സഞ്ജു പോയി എന്ന് കരുതിയിട്ട് സഞ്ജുവിന്റെ ഒരു വിടവ് വല്ലാതെ അവർക്ക് പറ്റും. പക്ഷെ നമുക്കറിയാം ലീഡർഷിപ്പിൽ സഞ്ജുവിന്റെ ഒരു രീതിയിൽ വേറെ വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു. താരങ്ങളെല്ലാവരും അതെ താരങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ സഞ്ജുവിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ ഏറ്റവും ആ ഒരു സഞ്ജു അവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്താൻ റിയാൻ പരാഗിന് കഴിയൂ എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഓൾറെഡി ഇപ്പൊ സഞ്ജുവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പല ആളുകളുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ പോലും പല ആളുകൾ അവിടെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങളാവുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആ ഒരു താരങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, യശസ്വി ജയ്സ്വാൾ ഇങ്ങനെയുള്ള താരങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിന് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ഒരു ക്യാപ്റ്റൻസി അവർ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അപ്പൊ റിയാൻ പരാഗിന് ഇപ്പൊ നിലവിൽ സഞ്ജു കടന്നുപോയ ഒരു ഇതിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വരില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. അതായത് അങ്ങനെ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടും മറ്റൊരു ഭാഗത്തുനിന്ന് ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനം നടത്തിയ ഒരു ടീമിനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു ടീമിനെ എങ്ങനെ എത്രത്തോളം അത് മികവിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും റിയാൻ പരാഗിന്റെ മേലെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെയാണ് രാജസ്ഥാൻ ആളുകൾ വിലയിരുത്തുക. അപ്പൊ വിലയിരുത്തപ്പെടുന്നത് പുതിയ സീസണിൽ വിലയിരുത്തപ്പെടുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ഒരു ടീമിനെ മാത്രമല്ല റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വിലയിരുത്തപ്പെടുമ്പോൾ അത് കമ്പയർ ജയ്സ്വാൾ ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് റിയാൻ പരാഗിനെ ക്യാപ്റ്റൻ ആക്കിയത് എന്നുള്ള ചോദ്യം വരും. അപ്പൊ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു കമ്പാരിസൺസ് പലപ്പോഴും വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ നമുക്കറിയാം ഒരു സഞ്ജു പോയോട് കൂടിയിട്ട് ഒരുപാട് ആരാധകർ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു പഴയ സഞ്ജു ഉണ്ടായിരുന്ന രാജസ്ഥാൻ എന്നൊരു ഫീൽ ഇപ്പൊ നമ്മളൊക്കെ പല ടീമുകളുടെ ഫാൻസ് ആണ്. ഇപ്പൊ CSKയുടെ ഫാൻസ്, മുംബൈ അല്ലെങ്കിൽ RCB ഇതിനൊക്കെ ഫാൻസ് അങ്ങനെയൊക്കെ ആരാധകരാണെങ്കിൽ പോലും സഞ്ജു ഉള്ള രാജസ്ഥാനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇത് ഇപ്പോ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വിഘ്നേഷ് പുത്തൂരിലും അങ്ങനെ ഒരു മാച്ച് വിന്നറായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എന്നാലും സഞ്ജുവിന്റെ ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ ഈ ടീമിനൊക്കെ ഒന്ന് ആർച്ചർ നമ്മൾ ബോളിംഗിൽ പറഞ്ഞു, പക്ഷേ ആർച്ചറിന്റെ ഫിറ്റ്നസ് എല്ലായ്പ്പോഴും തലവേദനയാണ് ഈ ടീമിനാണെങ്കിലും. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്, അതിനൊക്കെ ആശ്രയിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ജയ്സ്വാളിനെയും പിന്നെ വൈഭവിനെയും പറയുമ്പോഴും ടോപ്പ് ഓർഡറിലൊക്കെ രണ്ട് താരങ്ങൾ സെറ്റാണ് എങ്കിൽ കൂടി സഞ്ജുവിന്റെ ഒരു ഹിറ്റിങ്ങിന്റെ ഒരു പവറിൽ ഒരു താരം അവിടെ വേറെ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് വരുന്നുണ്ട്. പരാഗിനെ സഞ്ജുവിനെ മാച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്യാപ്റ്റൻസിയിലുള്ള ബാറ്റിങ്ങിലായാലും എന്തായാലും അപ്പോൾ അവിടെ ആ ഒരു വിടവ് ഇവിടെ ടീമിൽ എന്തായാലും ബാക്കി ഉണ്ടാവും, അത് സംശയമൊന്നുമില്ല. ജഡേജ വരുന്നത് വ്യത്യസ്ത റോളിലേക്കാണല്ലോ ഇവരൊക്കെ വരുന്നത്. സഞ്ജുവിൻ്റെ ഒരു വിടവ്, സഞ്ജു അവിടെ വരുന്ന ഒരു വൺ ഡൗണിൽ അല്ലെങ്കിൽ ഓപ്പണിംഗിലുള്ള വിടവ് അതങ്ങനെ നിലനിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഈ സഞ്ജുവിന്റെ ഒരു ശൈലി പലപ്പോഴും ടീമിന് എന്താണോ ആവശ്യം ഉള്ളത് ആ ഒരു ശൈലിയിൽ കളിക്കുന്നത്. തകർത്തടിക്കേണ്ട സമയത്ത് തകർത്തടിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിരുന്നു സഞ്ജു ലോകകപ്പ് ഈ T20 ലോകകപ്പിൽ കളിച്ച ഇന്നിങ്സുകൾ. അതായത് ഗംഭീർ അടക്കം പറഞ്ഞു അത് ഒരു അഗ്രസീവായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതോ അങ്ങനെ ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടില്ല, പക്ഷെ റൺസ് വരുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം അത് ആരാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റും. അപ്പൊ പണ്ട് ഈ ബട്ട്ലർ ഉണ്ടായിരുന്നു, അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം ആരെ എങ്ങനെ നിറവേറ്റും. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളത് ജയ്സ്വാൾ അതിനനുസരിച്ചൊരു ഉത്തരവാദിത്തം കാണിക്കുമെന്നുള്ളത് തന്നെയാണ്. ജയ്സ്വാൾ റൺസ് അടിച്ചു കൂട്ടുന്നത് ആരാണ്? IPL ആണെങ്കിൽ ഇപ്പൊ ഒരു ഘട്ടത്തിലും അങ്ങനെ ആ ഒരു രീതിയിൽ റൺസിന്റെ അങ്ങനെ ഒരു കാര്യം കൂടി വൈഭവിനും അതുപോലെ തന്നെയാണ്. വൈഭവിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിമർശനം ഇപ്പോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയുന്ന ഒരേ വലിയൊരു ചലഞ്ച് ഉണ്ട് വൈഭവിന്. എന്താ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് വെച്ചാൽ വൈഭവ് എങ്ങനെ കളിക്കും എന്നുള്ളത് വളരെയധികം പ്രഡിക്റ്റബിൾ ആണ്. നമ്മളിപ്പോ അഭിഷേക് ഈ T20 ലോകകപ്പിൽ നേരിട്ടൊരു പ്രശ്നം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു വെടിക്കെട്ട് ശൈലി എടുക്കുന്ന സമയത്ത് വളരെ തന്ത്രപരമായിട്ട് ബോളിംഗ് നിരയെ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലൊരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കാം. അപ്പൊ ചലഞ്ച് ഉണ്ട് വൈഭവിനെ. എനിക്ക് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കണ്ടിട്ട് നോക്കാം എന്നുള്ളൊരു മൈൻഡാണ് വൈഭവിന്റെ ഇതിനെ സംബന്ധിച്ച്. കാരണം വെടിക്കെട്ടിന് അതായത് ഇപ്പോ ജിതേഷ് ശർമ്മയുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ പറഞ്ഞത് വൈഭവിന് ഒരു 6ാമത്തെ ഗിയർ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു സ്കില്ല് തന്നെയാണ്, ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു എത്രത്തോളം ഒരു മെച്യൂരിറ്റി, എത്രത്തോളം പക്വതയോടുകൂടി കളിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മള് സഞ്ജു ഒക്കെ വൈഭവിന് ആദ്യമായിട്ട് ഉപദേശം നൽകിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, അങ്ങ് കയറി അടിക്കുക എന്നുള്ള രീതിയിലുള്ള. അതിപ്പോ നമ്മൾ വളരെ ഇതായിട്ട് പറയുമെങ്കിൽ പോലും ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ബോളർമാര്, നമുക്കറിയാം ബോളർമാരുടെ ഇപ്പൊ
പല ബൗളർമാരെ ഗുജറാത്തിനെതിരെ നമ്മൾ പ്രധാനപ്പെട്ട പല ബൗളർമാരെ തല്ലിച്ചതച്ചിട്ടാണ് വൈഭവ് ആ ഒരു സെഞ്ചുറി അടിച്ചത്. പക്ഷെ അത് ഈ IPL ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ടീം മോശമില്ലാത്തൊരു ടീമുണ്ട്, പക്ഷെ അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സഞ്ജു എന്ന് പറയുന്ന ഒരു ബിഗ് ഫിഗർ, നമ്മൾ കൊൽക്കത്തനെ കുറിച്ച് പറയുമ്പോൾ റസൽ പോയ ഒരു വിടവ് എന്ന് പറയുന്ന പോലെ സഞ്ജു എന്ന് പറയുന്ന ഒരു അത്രയും ഒരു ബിഗ് ഫിഗർ അവിടെ ഇല്ലാത്തതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. കാരണം റിയാൻ പരാഗ് ഒക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അത്ര അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അതെ അതെ. അപ്പൊ അത് എത്രത്തോളം എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും നല്ലൊരു പെർഫോമൻസ് രാജസ്ഥാൻ നടത്തുമെന്നാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. എങ്ങനെ അവരെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.